जगदीश हरे स्वामी जय जगदीश हरे भक्त जनों के संकट दास जनों के संकट क्षण में दूर करे ओम जय जगदीश हरे। माता पिता तुम मेरे चरण पद में जिसके स्वामी चरण पद में जिसके सुख संपत्ति कर आवे सुख संपत्ति कर आवे। छूना मत उस पेड़ को, ये मेरा पेड़ है, इसे आप कभी नहीं छू सकता। हम काटेंगे, हम जरूर काटेंगे। मैं इसे काटने नहीं दूंगी। चल नीचे उतर। नहीं, मैं इस पर चढ़कर यहीं रहूंगी। नीचे उतर। नहीं, ये मेरा पेड़ है, इसे कभी नहीं आप काट सकते। आखिर कभी तो उतरेंगी, कभी काटेंगे पेड़ को। ऐसी प्रतीक्षा मत करो। हम क्या करेंगे? क्या करेगा? दिन हफ्ते महीने बीत गए लेकिन എന്നുള്ളതാണ് നമ്മുടെ സത്യക്കായിട്ട് വന്നിട്ടുള്ളത്. ഇത് സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യമാണ്. ഏതെല്ലാം തരത്തിലാണ് ഇതിൽ ജ്ഞാനനിർമ്മാണം സാധ്യമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഒന്ന്, മരങ്ങൾ സമൂഹത്തിന് അത്യാവശ്യമാണ്. മരങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മരം നമ്മുടെ വരദാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനാണ് നമുക്ക് കിട്ടുന്നത്. മരങ്ങളെ നന്നാക്കുക, നനയ്ക്കുക എന്നുള്ള ഒരു ജ്ഞാനം അതിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ രണ്ടാമത്, ഈ കുട്ടി ഏത് പരിസ്ഥിതിയിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു, അതായത് ഞാൻ ചെയ്യുന്ന ഏത് വെല്ലുവിളിയും ഏത് സാഹചര്യത്തെയും നേരിടുന്നല്ലോ പറഞ്ഞത്. യൂലിയ എന്ന പെൺകുട്ടി മരം വെട്ടുന്നതിൽ നിന്ന് പിന്മാറുന്നവരെ അതേ മരത്തിലെ അതിനെ കഴിച്ചു കൂട്ടിയത് ഒരു സമൂഹത്തിന് മൊത്തത്തിൽ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ശിശു ഏകദേശം 1 മുതൽ 16 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏതാണ്ടൊക്കെ ചോദ്യത്തിലൊക്കെ ബാക്കിയില്ലാത്ത ആൻസർ നൽകിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യം മാത്രം ചോദിപ്പിച്ചുകൊണ്ട് നിർത്താം. ആദ്യമായിട്ട് സാമൂഹിക ജ്ഞാന നിർമ്മാണം. അതിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ പറയുന്നു. പ്രശ്നോന്നത വിദ്യാഭ്യാസം സാധ്യമായിട്ടുണ്ട് എന്നാണ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ മരത്തിൽ ദിവസങ്ങളോളം കുട്ടിക്ക് കഴിച്ചുകൊണ്ട് സാധ്യമാണോ? നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാം. ജനാധിപത്യ വിദ്യാഭ്യാസം സാധ്യമാകുന്നു. പെൺകുട്ടിയെ സഹായിക്കാൻ ഒരുപാട് പേർ വന്നു എന്നതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ അഭിപ്രായം. ഒന്നാമത്തത് സാമൂഹ്യ ജ്ഞാന നിർമ്മാണം. അതിന് പരിസ്ഥിതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ള ഒരു സന്ദേശം നമ്മുടെ ഈ കഥയിലൂടെ കുട്ടിക്ക് നൽകുന്നുണ്ട്. पाठ और गतिविधियों का विश्लेषण करने पर हमें पता चलता है कि ये सामग्री पाठ्यचर्या उपक्रम के मांगों को पूरा करने वाली है. 16 ओके ആണെന്ന് കണ്ടു. അതേപോലെ ഇത് മതി.
समय सारे ऐसा गाना है, सारे ऐसा गाना है, अंदर रूप से सिर्फ चलना है। तब मैं नंबर बताऊंगा, एक नंबर बताएंगे तो अकेला खड़ा हो जाए, 2 नंबर बताए तो आदमी हाथ पकड़कर खड़ा हो जाए। मैं पूछेगा क्या क्या रिश्ता क्या है, ऐसा पूछेगा। आपको कुछ भी बोल सकता है, भाई बहन है, ऐसा कुछ रिश्ते के बारे में बता सकता है, जानता है ना? और बताना, समझ गए आप? कुत्ता आया, एक कुत्ता आ गया, क्या कर सकते हैं? घोड़ा और कोई जरा आप मछलियाँ मारने के बच्चों के साथ छोटा छोटा मछली के जैसे बनाता ना, और कोई? अच्छा ठीक है, जरा बैठिए। മനസ്സിലായ ചോദ്യത്തിന് നിങ്ങള് ദേശീയനാണോ കണ്ടത്? സ്നേഹത്തോടു കൂടെ വളർത്തുന്നു. ആ നായ ഒരുപാട് വളർന്നു വലുതായി ആ യജമാനെ വല്ലാതെ സ്നേഹിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ട്രെയിനിൽ പോകുന്നത് കാണിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പോകുന്ന സമയത്ത് നായ കൂടെ പോകുന്നുണ്ട്. दोनों घनिष्ठ रिश्ता बन गया। परिवार से अनेक समय कुत्ता के साथ खेलता है। रोज कुत्ता आदमी के काम के बाद आना प्रतीक्षा करते हैं। एक दिन आदमी आया नहीं। कुत्ता बहुत दुख में प्यार देकर पालता है। कुत्ता अपना आदमी से बहुत गहरा रिश्ता बनता है। रोज अपने मालिक काम के लिए जाते वक्त वो एक कागज है ना, आठवीं कक्षा की एक कहानी है, तो कहानी पढ़िए। हाथी की कहानी 8वीं कक्षा की 15 पाठकाओं में
का PDF नेट में भेजा है। पालतू जानवरों से मानव का प्यार, രണ്ടാമത്തെ പോയിന്റ് ജീവജന്തുओं के प्रति सहानुभूति दिखाना, മൂന്നാമത്തെ പോയിന്റ് जीवजंतुओं को अपने मालिक से अटूट प्यार होता है। नए शब्दों का परिचय देते हुए दूसरे संदर्भ में उनका प्रयोग करने की क्षमता बढ़ाना, कहानी के पात्रों की विशेषताएं पहचानने की क्षमता बढ़ाना, आशय व धारणाएं प्यार और समर्पण भावना परस्पर संबंधित है। घटनाओं को क्रमबद्ध करने से कहानी के आशय को समग्रता के साथ ग्रहण कर सकता है। कहानी के उद्देश्य सरल वाक्यों की संरचना को समझना और उनका प्रयोग करना, नए शब्दों का प्रयोग करने की क्षमता बढ़ाना, सहभागी भावना विकसित करना, आशय व धारणा, सरल वाक्यों के जरिए आशय ग्रहण। सब लोग सुनिए। डायरी लिखने का क्षमता मिलता है, नोटिस लिखने की कोशिश करता है, कहानी पढ़कर आशय समझना और पत्र लिखने का क्षमता मिलना, आशय व धारणा दूसरों से जानवर है, उसके नाम बताइए। छात्र प्रतिक्रिया करते हैं। संक्षिप्तीकरण, प्यारे बच्चों, इसी प्रकार एक मनुष्य एक कुत्ते की वीडियो जो सोशल मीडिया पर प्रचलित थी उसे बच्चों को दिखाती हूँ और पूछती हूँ, क्या आप इस वीडियो पहले देखा है? इस कुत्ते के साथ क्या हुई थी? कुत्ते और स्त्री के साथ ये रिश्ता कैसी? ഭിന്നശേഷി മേഖലയാണ്.
അപ്പൊ ഭിന്നശേഷി എന്ന് പറയാൻ പാടില്ല എന്നാണ്, വിഭിന്ന ശേഷിക്കാരനാണ് പറയേണ്ടത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് പറയേണ്ടത്. അപ്പൊ RPWD ആക്ട് 2016 പ്രകാരം 21 ഡിസബിലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്ലിപ്പ് കിട്ടിയിട്ടില്ലേ? അപ്പൊ അതിന് നിങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ അനുഭവം ആ കുട്ടിക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണ് ആ കുട്ടി അനുഭവപ്പെടുന്നത് എന്ന് ഒന്ന് കുറേ പേരില്ല, കുറേ പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. അതൊന്ന് പറയാം. പറ്റാത്തവരായിരിക്കും. കൂടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആ കുട്ടിയുടെ ഈ കഴിവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പഠനമാണ് എല്ലാം എന്നുള്ള ഒരു ചിന്തയാണ് അവരിൽ ഉണ്ടാക്കുന്നത്. പരീക്ഷയിൽ മാത്രം ഹിയറിംഗ് ആണ്. അതായത് ചെവി കേൾക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരേ ചോദ്യം കൂടുതൽ പ്രാവശ്യം ചോദിക്കണം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അവർ കേൾക്കില്ലല്ലോ. മറ്റൊന്ന് ഉത്തരം പറയാൻ സമയം കൂടുതൽ എടുക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടി പങ്കെടുക്കുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അവന് കേൾവി മറ്റു കുട്ടികളുടെ വിഷ്വൽ ഇമ്പയർമെന്റ് ആണ്. അതിൽ കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് സ്കൂളിലേക്ക് വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഉണ്ടാവാൻ. മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് എത്തിപ്പെടാൻ തന്നെ സാധിക്കില്ല. ചിലപ്പോൾ അത് തന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവനെ ഒന്ന് ഹിയറിംഗ് ഇമ്പയർഡ്, അതുപോലെ ബ്ലൈൻഡ്നെസ്, പിന്നെ അപ്പോൾ ഇത് മൂന്നും നമ്മൾ ആ കുട്ടിക്കായിരിക്കും ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടികൾക്ക് മാത്രമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുക. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയാണ്, അഥവാ ബുദ്ധിപരമായിട്ടുള്ള ഒരു വൈകല്യം കുട്ടികൾക്ക്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു ക്ലാസ്സിൽ ഇതേപോലെ കുട്ടി ഉണ്ടായിരുന്നു. 10 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്.